നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് UDF-ൽ സീറ്റ് തർക്കം മുറുകുന്നു. ഇടുക്കി സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചാൽ കോട്ടയം തങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന് DCC നേതൃത്വം. ഭാരതത്തിൽ അരാഷ്ട്രീയവാദം കൂടുന്നതിന് തെളിവാണ് പാർലമെന്റിൽ നടന്നതെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മണൽ മാഫിയയുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബേക്കൽ SI രാജേഷിനെ മംഗലാപുരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CP ശുഭ രചിച്ച കലൂരിക എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം MP വീരേന്ദ്രകുമാർ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഭാരതത്തിൽ അരാഷ്ട്രീയവാദം കൂടുന്നതിന് തെളിവാണ് പാർലമെന്റിൽ നടന്നതെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ 116ാമത് ജന്മദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ രാഷ്ട്രീയ ജീവിതം ഏവരും മാതൃകയാക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. സങ്കുചിത ചിന്ത വെടിഞ്ഞ് ജനതയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ത്യാഗം സഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ രംഗത്തിന്റെ അഭ്യുദയ പ്രതിഭയിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആനുകാലിക സംഭവവികാസങ്ങളുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഫൗണ്ടേഷൻ അടക്കമുള്ളവർക്ക് നമുക്ക് കൂട്ടായിട്ട് എങ്ങനെ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാം. മുൻമന്ത്രി NK പ്രേമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് KC രാജൻ, MK ഭാസ്കരൻ, ക്ഷമി തുടങ്ങിയവർ സംസാരിച്ചു. മണൽ മാഫിയയുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബേക്കൽ SI M രാജേഷിനെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ പള്ളിക്കര കല്ലിങ്കാൽ തൊട്ടിയിൽ വെച്ചാണ് സംഭവം. മണൽ കടത്തി വരികയായിരുന്ന KL 41F 9646 നമ്പർ പിക്കപ്പ് വാൻ SI തടയുകയും വാൻ കസ്റ്റഡിയിലെടുക്കുന്നതിനിടയിൽ SIയെ ഇടിപ്പിച്ച് തെറിപ്പിക്കുകയും പിന്നീട് വാൻ ഒരു മതിലിൽ ഇടിച്ച് നിർത്തുകയുമായിരുന്നു. തെറിച്ചു വീണ SIക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. രക്തം വാർന്നൊഴുകി റോഡിൽ കിടക്കുകയായിരുന്ന SIയെ നാട്ടുകാർ ചേർന്ന് ഉടൻ തന്നെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മംഗലാപുരം യൂണിറ്റി ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ പ്രഭാഷനും പരിക്കേറ്റിട്ടുണ്ട്. വാൻ ബേക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാനിലുണ്ടായിരുന്ന ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ഇയാളെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. SIയുടെ മൊഴിയെടുത്ത ശേഷം പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഹൊസ്ദുർഗ് CI സുധാകരൻ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. CP ശുഭ രചിച്ച് ഡിസംബർ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന കലൂരിക എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ നിർവഹിച്ചു. ഈ രണ്ട് കവിതാ സമാഹാരങ്ങളാണ്. അത് കലൂരിക ഞാൻ പ്രകാശനം ചെയ്യുമ്പോഴേക്ക് ഞങ്ങളുടെ സൗഹാർദ്ദവും ദുർഗാത്മകവും അനുസരിച്ചുകൊണ്ട് ഞാനിതിൽ ഓരോ കവിതയും വിശദീകരിക്കുന്നില്ല. 25ഓളം കവിതകൾ ഇതിലുണ്ട്. ഇതിലെ കവിതകളെ കുറിച്ച് നമുക്ക് പൊതുവായി പറയാവുന്ന ഒരു കാര്യമാണ്. നേരത്തെ മുരളിയേട്ടൻ സൂചിപ്പിച്ച പോലെ കാവ്യഭാഷ എന്നൊരു പരികല്പനയെ, എന്നൊരു സങ്കല്പത്തെ ശുഭ കാര്യമായി എടുക്കുന്നില്ല എന്നതാണ്. കാവ്യത്തിന് വേണ്ടി മാത്രമായി ഒരു ഭാഷയുണ്ട് എന്ന് കരുതുന്ന ഒരാളുടെ രചനയല്ല ഈ സമാഹാരത്തിലുള്ളത്. ഒരുപക്ഷെ ഇപ്പൊ നെൽസൺ മണ്ടേലയുടെ മരണത്തെ തുടർന്ന് ആഫ്രിക്കൻ കവിതകൾ നമ്മുടെ മലയാള മാധ്യമങ്ങളിലടക്കം കുറേശ്ശെ കൂടുതലായി പഠിക്കപ്പെട്ടിട്ടുണ്ട്. ആ കവിതകളുടെ ഒക്കെ ഒരു സാമൂഹ്യ പരിവർത്തന ശേഷിയുടെ വലിയ തെളിവുകളായും അല്ലെങ്കിൽ അതിന്റെ വലിയൊരു ആ ശേഷി ഉൾക്കൊള്ളാനുള്ള അതിന്റെ ഒരു സന്നദ്ധതയുടെ പ്രധാനപ്പെട്ട തെളിവായി സാഹിത്യലോകം പഠിച്ചത് ആ കവിതയുടെ ദൈനംദിന ഭാഷ ഉപയോഗിക്കാനുള്ള ഒരു ധൈര്യമാണ്. ആഫ്രിക്കൻ കവിതകൾ തങ്ങളുടെ കറുപ്പ് എന്ന സ്വത്വത്തെ യാതൊരു തരത്തിലും ഡെക്കറേറ്റ് ചെയ്യാത്ത, അലങ്കരിക്കപ്പെടാത്ത ഭാഷകളിലൂടെയാണ് ആഫ്രിക്കൻ കവിതകൾ വളരെ ധീരമായി, വളരെ സർഗാത്മകമായി ആവിഷ്കരിക്കുന്നത്. ഒരുപാട് കവിതകൾ ഈ മണ്ടേലയുടെ മരണത്തെ തുടർന്ന് മലയാളത്തിൽ പഠിക്കപ്പെട്ടിട്ടുണ്ട്. മണ്ടേലയുടെ പ്രവർത്തനങ്ങളെ അടക്കം അനായാസകരമാക്കി കൊടുക്കുന്ന തരത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത മനുഷ്യന്റെ സ്വത്വബോധത്തെ പ്രോജ്വലിപ്പിച്ചു നിർത്തുന്ന തരത്തിൽ അങ്ങനെ പ്രയോഗിക്കാമെങ്കിൽ അത്ര
അത്തരത്തിൽ കവിത ഒരു സമരായുധമായി മാറിയ ഒരു പ്രദേശത്തെ കവിതയുടെ ഭാഷ അത്രമേൽ പരുക്കനായിരുന്നു എന്നുള്ളതാണ്. MP വീരേന്ദ്രകുമാർ പുസ്തക പ്രകാശനം ചെയ്തു. ഡോക്ടർ വി ലിസി മാത്യു ഏറ്റുവാങ്ങി. PK സുരേഷ് കുമാർ, അംബിക സുധൻ മാങ്ങാട്, രാജ്മോഹൻ നീലേശ്വരം, കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത്, ബാബു മണ്ടൂർ, ജയദേവൻ കരിവള്ളൂർ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. പുരോഗമന യുവജനവേദി ഐങ്ങോത്തിന്റെ 23ാം വാർഷികാഘോഷം ഐങ്ങോത്ത് അശോക് നഗറിൽ വെച്ച് നടന്നു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അശോക് നഗറിൽ വെച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് രാജൻ കുന്നുമ്മൽ സ്വാഗതവും ക്ലബ്ബ് രക്ഷാധികാരി വി സുകുമാരൻ അധ്യക്ഷതയും വഹിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ രാജ്മോഹൻ അനുമോദനം നൽകി. സ്കൂൾ ജില്ലാ കബഡി ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുധീഷിനെ അനുമോദിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും രാത്രി 9 മണിക്ക് സെക്യുലർ തിയേറ്റേഴ്സ് അവതരിപ്പിച്ച നെയ്ത്തുകാരൻ എന്ന നാടകവും അരങ്ങേറി. 2ാം ദിവസം കബഡി ഫെസ്റ്റ് 2014 ഉദ്ഘാടനം കബഡി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സുധീർ ഉദ്ഘാടനം നിർവഹിച്ചു. വിജയിക്കുള്ള സമ്മാനദാനം ക്ലബ് ട്രഷറർ എ മോഹനൻ വിതരണം ചെയ്തു. ഇടുക്കി പാർലമെന്റ് സീറ്റിൽ കേരള കോൺഗ്രസ് അവകാശം ഉന്നയിച്ചാൽ കോട്ടയം സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെടുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോമി കല്ലായി. ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോട്ടയം സീറ്റിന് കോൺഗ്രസിന് അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സിറ്റിംഗ് സീറ്റ് ആവശ്യപ്പെടരുതെന്ന നിർദ്ദേശം കേരള കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇടുക്കിയിൽ ഒരു ന്യായവും കോട്ടയത്ത് മറ്റൊരു ന്യായവും എന്ന രീതി അംഗീകരിക്കാനാവില്ലെന്നും ടോമി കല്ലാനി പറഞ്ഞു. സ്വാഭാവികമായി ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് എന്ന നിലയ്ക്ക് ഇടുക്കി സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അവകാശപ്പെട്ടതാണെന്ന് ഇടുക്കി ജില്ലയിലെ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നു. ഇടുക്കിയുടെ പാർട്ടി നേതൃത്വം ആ വഴിക്ക് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇടുക്കി സീറ്റിന് കേരള കോൺഗ്രസ് പാർട്ടി അവകാശം ഉന്നയിച്ചതുകൊണ്ടാണ് ഈ ജില്ലയിലെ കോൺഗ്രസ്സുകാരുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിയുടെ ജില്ലയിലെ പ്രസിഡന്റ് എന്ന നിലയിൽ കോൺഗ്രസ്സുകാരുടെ വികാരം പാർട്ടി നേതൃത്വത്തെ അറിയിക്കാൻ ബാധ്യസ്ഥനായ പൊതുപ്രവർത്തനം എന്ന നിലയിൽ കേരള കോൺഗ്രസ് ഇടുക്കി സീറ്റ് ചോദിച്ചാൽ കോട്ടയം സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നത്. മുഖ്യമന്ത്രിയും വനം ഗതാഗത വകുപ്പ് മന്ത്രിയും ഉൾപ്പെടുന്ന കോട്ടയത്ത് കോൺഗ്രസിന് മത്സരിക്കുവാൻ അവകാശമുണ്ടെന്ന കാര്യം ആരും മറക്കരുതെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. ഇനിയൊരു ഇടവേള. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാട് പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ്, ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം. വാർത്തകൾ തുടരുന്നു. സന്തുഷ്ട കുടുംബം സന്തുഷ്ട കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി ജനശ്രീ സുസ്ഥിര വികസന മിഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയത്ത് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഹാളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനശ്രീ ചെയർമാൻ MM ഹസൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് PA സലീം അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോമി കല്ലാനി, ലതിക സുഭാഷ്, നാട്ടകം സുരേഷ്, NS ഹരിചന്ദ്രൻ, ബോബൻ തോപ്പിൽ എന്നിവർ സംസാരിച്ചു. ജനറൽ ഇൻഷുറൻസ് ഡെവലപ്മെന്റ് ഓഫീസർമാരുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റും കേന്ദ്ര സർക്കാരും പരിഗണിക്കണമെന്ന് ഓൾ ഇന്ത്യ ഇൻഷുറൻസ് ഫീൽഡ് വർക്കേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ചങ്ങനാശ്ശേരി കോണ്ടൂർ കൺവെൻഷൻ സെന്ററിൽ നടന്ന പൊതുസമ്മേളനത്തിലാണ് അസോസിയേഷൻ ഈ ആവശ്യം ഉന്നയിച്ചത്. സമ്മേളനം ദേശീയ പ്രസിഡന്റ് പാർത്ഥ ചക്രവർത്തി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് B മോഹൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി S വാസുദേവൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയ്മി P ജേക്കബ്, KV ഹരികുമാർ, ജോൺ ഫിലിപ്പ്, CR വിജയൻ, സുരേഷ് B സാജൻ, കുരുവിള സക്കറിയ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചെങ്ങന്നൂർ നഗരസഭയിൽ ഭരണ പ്രതിസന്ധി. ധാരണാപ്രകാരം കാലാവധി പൂർത്തിയാക്കിയ ചെയർപേഴ്സണും ചെയർമാനുമെതിരെ രാജിവെക്കാത്തതിനെ തുടർന്നാണ് UDFൽ ഭിന്നത ഉടലെടുത്തിരിക്കുന്നത്. ഇരുവർക്കുമെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ഭരണസമിതി അംഗങ്ങൾ.
നിലവിൽ ചെങ്ങന്നൂർ നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തുള്ളത് കോൺഗ്രസ് ഐയിലെ ശോഭ വർഗീസും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് കേരള കോൺഗ്രസിലെ കുഞ്ഞുഞ്ഞമ്മ പറമ്പത്തൂരുമാണ്. 2012 ഡിസംബർ 14 അധികാരത്തിലേറിയ ഇവർക്ക് 1 വർഷമാണ് പാർട്ടി കാലാവധി നൽകിയിരുന്നത്. ധാരണ പ്രകാരം 2013 ഡിസംബർ 14 കാലാവധി പൂർത്തിയായെങ്കിലും 2 മാസം കഴിഞ്ഞിട്ടും ഇവർ തൽസ്ഥാനം ഒഴിഞ്ഞിട്ടില്ല. ഇത് UDF അംഗങ്ങളിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. നഗരസഭാ സമിതിയിലെ UDF അംഗങ്ങൾ ഇവരുടെ രാജി ആവശ്യപ്പെട്ട് കൗൺസിൽ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വം ആവശ്യപ്പെടാത്തത് മൂലമാണ് സ്ഥാനങ്ങൾ ഒഴിയാത്തതെന്നാണ് ഇരുവരുടെയും വാദം. UDFിലെ 15 അംഗങ്ങളിൽ 13 പേരും പാർട്ടി ധാരണ അംഗീകരിച്ച് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ മാസം 23-നകം ഇരുവരും രാജിവെക്കുന്നില്ലെങ്കിൽ അവിശ്വാസം കൊണ്ടുവരാനാണ് UDF അംഗങ്ങളുടെ തീരുമാനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് UDFിൽ സീറ്റ് തർക്കം മുറുകുന്നു. ഇടുക്കി സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചാൽ കോട്ടയം തങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന് DCC നേതൃത്വം. ഭാരതത്തിൽ അരാഷ്ട്രീയവാദം കൂടുന്നതിന് തെളിവാണ് പാർലമെന്റിൽ നടന്നതെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മണൽ മാഫിയയുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബേക്കൽ SI രാജേഷിനെ മംഗലാപുരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CP ശുഭ രചിച്ച കലൂരിക എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം MP വീരേന്ദ്രകുമാർ നിർവഹിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.